നമസ്കാരം. നമ്മുടെ പാട്ടുകാരൻ വേടൻ എന്നല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്, എന്നാലും വേടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ അറിയപ്പെടുന്ന പേര്. അപ്പോൾ ആ വേടന് ഉപദേശവുമായി നമ്മുടെ KP ശശികല ടീച്ചർ, വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധരും ജിഹാദികളുമാണ് എന്നാണ് ശശികല ടീച്ചറിന്റെ അഭിപ്രായം. ഇതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ കേസരി പത്രത്തിന്റെ പത്രാധിപർ NR മധു സാറിൻ്റെ. രണ്ടുപേരും നല്ല സാമൂഹിക ബോധമുള്ളവരും ജനാധിപത്യ സ്നേഹികളും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തികളുമാണ് രണ്ടുപേരും. അതുകൊണ്ട് പിന്നെ തന്നെ ഈ പറഞ്ഞതിൽ ഒരു സത്യാവസ്ഥയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഈ വേടൻ എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാണ്. ആ പാട്ടുകാരൻ കഴിഞ്ഞ ദിവസം പാലക്കാട് അവരുടെ ദളിത് സംഗമത്തിൽ പോയി പാടുകയുണ്ടായി. ആ പാട്ടിന് കാണാൻ വേണ്ടി 10,000-ങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് പാലക്കാട് സ്റ്റേഡിയത്തിൽ. അപ്പോൾ ആ പാട്ടിനെതിരെ പാട്ട് നടന്നതിന് ശേഷം അവിടുത്തെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ഇപ്പോൾ BJP ആണല്ലോ. അപ്പോൾ BJP അധ്യക്ഷനും ആ പാട്ടിനെതിരെയും വേടനെതിരെയും ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് വേടൻ അവിടെ പരിപാടി നടത്തിയപ്പോൾ ഒരു 3 പാട്ട് മാത്രമാണ് പാടിയത്. ഇതിനു വേണ്ടിയാണ് ഇത്ര ആളുകൾ അവിടെ തടിച്ചുകൂടിയത്. അവിടെ തടിച്ചുകൂടിയ ആൾക്കാരിൽ എല്ലാം അവിടെ മദ്യം ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവിടെ സ്റ്റേഡിയത്തിനുള്ളിൽ നിറയെ മദ്യക്കുപ്പികളായിരുന്നു, മറ്റുള്ള കുപ്പികളായിരുന്നു. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. നടപടി സ്വീകരിക്കട്ടെ, അതിനെന്താ? അങ്ങനെ നടപടി സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പിണറായി വിജയന്റെ വെബ്കോ ഔട്ട്ലെറ്റുകളെല്ലാം നിർത്തേണ്ടി വരും. അത് പോട്ടെ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുമ്പോൾ വേടനെ കുറിച്ചുള്ളതാണ്. വേടനെ ഉപദേശവുമായാണ് ഇവർ രണ്ടുപേരും എത്തിയിരിക്കുന്നത്. ഒരാൾ ഉപദേശവുമായി എത്തി, ഒരാൾ ഭീഷണിയുമായും എത്തിയിട്ടുണ്ട്. നമ്മുടെ NR മധു സാർ ഭീഷണിയുമായാണ് എത്തിയിരിക്കുന്നത്, മറ്റൊരാൾ ഉപദേശവുമായി ആണ് എത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവരുടെ കയ്യിലെ പാവയാകരുത് എന്നാണ് വേടന് കൊടുത്ത ഉപദേശം നമ്മുടെ ശശികല ടീച്ചർ. റാപ്പർ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന RSS നേതാവ് NR മധു സാറിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടാണ് നമ്മുടെ ശശികല ടീച്ചർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ്, അതുപോലെ ജിഹാദികളുമാണ് എന്നുള്ള പരാമർശമാണ് നമ്മുടെ ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റാരുടെയും കയ്യിലെ പാവയാവാതിരിക്കുക എന്നതാണ് ഉപദേശവും. സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയായി കാണാതിരിക്കുക. സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത്, അത് മറക്കരുത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ ശശികല ടീച്ചർ കുറിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ RSSന്റെ വാരികയായ കേസരിയുടെ പത്രാധിപർക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ, മധു എന്ന് പറയുമ്പോൾ നമ്മുടെ RSSന്റെ കേസരി പത്രാധിപരാണ്, ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു. കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ശശികല ആരോപിച്ചു. തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ശശികലയുടെ അഭിപ്രായം. വേടൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം
വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണ്. വേടൻ ഒരു പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെയെല്ലാം ശശികല ടീച്ചറും വിശകല ടീച്ചറും ഒക്കെ കൂടെ ചേർന്ന് ഉള്ള ആരോപണം. ശരി, നടക്കട്ടെ. ഇനിയും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അതായത് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ സംഘടനകളുമാണ്, ജിഹാദികളുമാണ്. വലതുഭാഗത്തെ ദലിത് ഹിന്ദു വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. എന്താ ഇന്ന് ജാതികളൊന്നും പരസ്പര വേർപാടിന്റെ ദുരിതം അനുഭവിക്കുന്നില്ല. ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യപ്പെടുന്നില്ല. ഇടതും വലതുമാണ് ഇക്കണ്ട നാള് കേരളം ഭരിച്ചത്. ഇന്ന് ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത്. ശശികല ടീച്ചർ പറഞ്ഞതാണ്. കൊള്ളാല്ലേ? ഇതുവരെ ഭരിച്ചിരുന്നത് വലതും ഇടതും ഒക്കെ മാറി മാറി ഭരിച്ചിരുന്നു. അപ്പോഴെല്ലാം നമ്മുടെ ജാതീയ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ഇവർക്കാണ് ഇല്ലാത്തത്. BJPക്കാണ് അങ്ങനെ ഒരു ജാതീയ വേർതിരിവ് ഇല്ലാത്തത് എന്നാണ് ശശികല പറഞ്ഞു വരുന്നത്. ശരി, അത് നടക്കട്ടെ. ഇവിടെ സവർണ അവർണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല ആണോ എന്നാണ് ശശികലയുടെ അഭിപ്രായം. പലസ്തീനും ചൈനയിലെ ഖുറാനുമൊന്നുമല്ല പട്ടികജാതി വർഗക്കാരുടെ ഇന്നിന്റെ വേദനകൾ. അയ്യോ, അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. സർക്കാർ സമക്ഷം രേഖയായി സമർപ്പിച്ചിട്ടുമുണ്ട്. അതിന്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആരും വിമർശനാതീതരല്ല. ഞങ്ങളൊക്കെ ബോഡി ഷെയിം വരെ നടത്തിയിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ്. അവരെ ആരാ ബോഡി ഷെയിം നടത്താൻ ചെന്നത്? എന്ത് ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കേൾക്കുന്നതല്ലേ? നടക്കട്ടെ. വിമർശനങ്ങൾ ശ്രദ്ധിക്കുക. ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക. പറ്റുമെങ്കിൽ തിരുത്തുക. പാടിയതെല്ലാം പറ്റുമെങ്കിൽ തിരുത്തുക എന്നാണ് പറയുന്നത്. സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക. സമുന്നയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത്. അത് മറക്കരുത് എന്നാണ് ശശികല ടീച്ചറിന്റെ അഭിപ്രായം. കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജാതീയ രീതിയെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാരും സമ്മതിക്കും. കഷ്ടം, ആരും സമ്മതിക്കും. അത് ശരിയാണ്. അത് മധുസാർ അതാണല്ലോ പറഞ്ഞത്, നമ്മുടെ ഷവർമയെ കുറിച്ച് പറഞ്ഞത്. ഭക്ഷണ രീതികൾ അങ്ങനെയാണ്, ഹിന്ദുക്കളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ? മലപ്പുറത്തെങ്ങും പോയി ആരും ഭക്ഷണം കഴിക്കരുത്. അറേബ്യൻ നാട്ടിലൊക്കെ പോയവരാരും അവിടുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞു വരുന്നത്. അപ്പൊ ഭക്ഷണത്തിലൂടെയും ജാതീയ വേർതിരിവ് ഉണ്ടാകുന്നു എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നമ്മുടെ മധുസാറിനൊന്നും അല്ല വിഷയം. അദ്ദേഹം പടുത്തുയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാനം, അതിന് കോട്ടം സംഭവിക്കുമോ എന്നാണ്. കഴിഞ്ഞ മെയ് 11-ാം തീയതി കിഴക്കേക്കല്ലട പുതിയിടത്ത് ശ്രീ പാർവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിലായിരുന്നു മധുസാറിന്റെ ഈ വിഷാദ പ്രസംഗം. വിഷാദമല്ല, വിദ്വേഷം. ഇന്ന് ഈ ലോകം കാണുന്ന ഇന്നത്തെ ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മധുസാർ പറയുന്നത്. സംശയിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ? മധുസാർ അറിഞ്ഞത്. ആട്ടും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു. ഇതെങ്ങും വേറെങ്ങും ഉണ്ടായിരുന്നില്ലല്ലോ.
വലിയ വലിയ രാജസദസ്സുകളിലും ദേവന്മാരുടെ സദസ്സുകളിലും ഒന്നും ഇവരൊന്നും ആട്ടവും പാട്ടവും ഒന്നും നടത്തിയിട്ടില്ല. അതാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരാം. ആള് കൂടാൻ വേണ്ടി അമ്പലപ്പറമ്പുകളിൽ ഒരുപക്ഷെ ഇനി ക്യാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വയ്ക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷെ വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രദർശിപ്പിക്കുന്നു, വിഘടനവാദം പ്രദർശിപ്പിക്കുന്നു. സത്യത്തെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമായി അരങ്ങ് വാഴുകയാണ്. എന്താണ്? വേടൻ എന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തിയുണ്ട്. രൂക്ഷമായി പഠിച്ചാൽ, സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്നത് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മുടെ അമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെതിരെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നായിരുന്നു വേടനെതിരെ NR മധുവിന്റെ പ്രസംഗം. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതേക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏതായിരുന്നു ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോഴിങ്ങനെ ഈ വേടനെതിരെ ശശികല ടീച്ചറും ഈ NR മധുവും ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാവുന്നതേയുള്ളൂ. വേടൻ എന്ന പേര് തന്നെ വ്യാജം. വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്നതോ ബുദ്ധൻ എന്ന പേരും. ഈ പാട്ട് പാടുന്ന ഈ വേടന്റെ പിന്നിൽ ജിഹാദികളാണ് പ്രവർത്തിക്കുന്നത്. ഈ പത്രാധിപരുടെ ഒരു വിമർശനമാണ്, മറ്റാരുടെ അല്ല. ഇവിടെ 10,000ങ്ങളാണ് വേടന്റെ പാട്ട് കേൾക്കാൻ തടിച്ചുകൂടുന്നത്. കയ്യില് ചുമന്ന ചരട് കെട്ടിയിട്ടുള്ളവരൊക്കെ ഇഷ്ടം പോലെ, ഏറ്റവും കൂടുതൽ അവരാണ്. അല്ല, നിങ്ങൾ പറയുന്ന പോലെയുള്ള ആൾക്കാരല്ല അവിടെ കൂടുന്നത്. പിന്നെ വേടന്റെ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ പട്ടികൾക്ക് സാധാരണ എല്ലാവരും കോമന പേരുകളൊക്കെയാണ് ഇടുന്നത്. ചിലപ്പം ബുദ്ധനോട് അയാൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കാം. പട്ടി എന്ന് പറയുന്നത് ഒരു മനുഷ്യരെ ഓമനിച്ച് വളർത്തുന്ന മൃഗമാണ്, വളരെ സ്നേഹത്തോടു കൂടി. അപ്പൊ സ്നേഹമുള്ള ഒരു പേര് അദ്ദേഹത്തിന് ആ പട്ടി അദ്ദേഹം ഇട്ട് കാണും. അത് സംഭവം ശരിയായിരിക്കാം. അതിന് പോയി ഇത്ര വലിയ വ്യാഖ്യാനങ്ങൾ വേണം? ഈ വ്യാഖ്യാനങ്ങൾ ബുദ്ധന്റെ പേര് പട്ടിക്കിട്ടു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് എന്താണ് പേരിട്ടിരിക്കുന്നതെന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ഈ പത്രത്തിന്റെ പേര് കേസരി എന്നല്ലേ? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന RSSന്റെ പത്രത്തിന്റെ പേര് കേസരി എന്നാണ്. വേടന്റെ പേര് വ്യാജമാണെങ്കിൽ ഈ കേസരി എന്ന പേരും വ്യാജമല്ലേ? കേസരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് കേസരിയുടെ അർത്ഥം? സിംഹം, കേസരി. അപ്പം ഈ പേര് തന്നെ വ്യാജമല്ലേ നിങ്ങളുടെ പത്രത്തിന്? RSSന്റെ പത്രം നിങ്ങൾ ഡയറക്റ്റ് പേരിട്ടാ പോരായിരുന്നു? ഈ സിംഹത്തിന്റെ വ്യാജ പേരെടുത്ത് ഇതിന് വിൽക്കണമായിരുന്നു. ഈ കേസരി എന്ന് പറയുന്ന പേര് എഴുതി പത്രത്തിന് എന്തിനാ കൊടുത്തത്? അതൊരു വ്യാജ പേരല്ലേ? അങ്ങനെ ഈ മധു എന്ന് പറയുന്നത് എന്താണ്? അതൊരു വിശദമായി ഞാൻ പറയുന്നില്ല. മധു കൊണ്ട് നമ്മൾ സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് തേനല്ലേ? മധുഗണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെടുത്ത് എന്താണ് നിങ്ങൾക്ക് പേരിട്ടത്? അത് വ്യാജമല്ലേ? ഓരോരുത്തരും ഓരോരോ പേര് സ്വീകരിക്കുന്നത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല പേരുകൾ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അതിലും ഈ ഒരു ജിഹാദിത്തരം കണ്ടുപിടിക്കുന്ന നിങ്ങളെ സമൂഹത്തിന് മുന്നിൽ മറ്റെന്താണ് വിളിക്കേണ്ടത്? അപ്പൊ വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. അപ്പോൾ പട്ടികളെ നമ്മുടെ സമൂഹത്തിലെ ചിലർക്ക് ഹറാമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെ അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പട്ടികൾ സാധാരണ അവർക്കാണല്ലോ ഇഷ്ടപ്പെടാത്തത്.
അപ്പോൾ അവരെ ഉദ്ദേശിച്ചല്ലേ നിങ്ങൾ ചിലർക്ക് ഹറാം എന്ന് പരോക്ഷമായ രീതിയിൽ പറഞ്ഞു വെച്ചത്? ഇതൊക്കെ ആർക്കും മനസ്സിലാകില്ല എന്നാണോ പത്രാധിപരെ നിങ്ങളുടെ വിചാരം? പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലോടുകൂടി തന്നെ ഹറാംവാദികളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് വേടന്റെ ശ്രമം. പട്ടിക്ക് ബുദ്ധന്റെ പേരിട്ടെന്ന് പറയുന്നത് എന്താ? മുസ്ലിങ്ങൾ മുഴുവൻ വേടനെ പോയി സ്നേഹിക്കൂ? അതൊന്നും ഇല്ലടോ, അതൊക്കെ വെറുതെയാ നിങ്ങളുടെ ചിന്തകൾ. ഇതിങ്ങനെ മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ബുദ്ധന്റെ പേര് നായിക്കിടുന്നതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ ആ ശ്രീബുദ്ധൻ പോലും ക്ഷമിക്കില്ല. ഒറിജിനൽ ബുദ്ധൻ പോലും നിങ്ങളുടെ ഈ സംസാരത്തിൽ ആ ക്ഷമ ഉണ്ടാവില്ല. തരം താഴ്ന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ വാരികയിൽ എഴുതി വെക്കുന്നത്. ആര് വായിക്കാൻ? ഹിന്ദുക്കൾ പോലും ഈ വാരികയൊന്നും വായിക്കുന്നതായി നമ്മൾ അറിയുന്നില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ വേടൻ എന്ന പേര് കേൾക്കുമ്പോ പേടിയാ. ആർക്കാ? ഈ RSSകാർക്ക്. എന്തിനാ അവരുടെ മുട്ടുകൾ കൂട്ടിയിടിക്കുന്നത് ആ വേടൻ എന്ന പേര് കേൾക്കുമ്പോ? എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടാണ്? എന്തിനാ ഭയക്കുന്നത്? ഭയം ഉണ്ടായിട്ടല്ലേ? വേടനെ ഭയം ഉണ്ടായിട്ടല്ലേ അവരുടെ മുട്ടുകൾ കൂട്ടിയിടിക്കുന്നത്? ഈ വേടന്റെ പേര് കേൾക്കുമ്പോൾ വേടൻ പാട്ട് പാടുന്നതിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ശശികല ടീച്ചറും NR മധുവും. ഇവരുടെ മുട്ടുകൾ എന്തിനാണ് കൂട്ടിയിടിക്കുന്നത്? ഇപ്പോ കേരളത്തിലെ RSSകാർക്കിടയിൽ ഇതാണ് ചർച്ചാ വിഷയം, വേടന്റെ പാട്ടിനെ കുറിച്ച്. ഈ RSSകാർ പറയുന്നത് ഈ വേടൻ ഒരു കള്ള മുസ്ലിം എന്നാണെന്നാണ് പറയുന്നത്. ഇയാളൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതാണ്. എത്രയോ അമ്പലങ്ങളിൽ പോകുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ഹിന്ദുമത വിശ്വാസിയാണ് ഈ വേടൻ എന്ന് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത പത്രാധിപര് നിങ്ങൾ എന്താണ് ഈ പത്രങ്ങളിൽ എഴുതി വിടുന്നത്? ഇയാളെ ഹിന്ദുക്കളെ ഉപദേശിക്കാനും ഹിന്ദുക്കളെ നേർവഴിക്ക് കൊണ്ടുചെല്ലാനും അവിടുന്ന് മഹാവിഷ്ണു അയച്ചിരിക്കുകയാണ് ഈ NR മധു സാറിനെ പത്രങ്ങളിലൂടെ പറഞ്ഞ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹിന്ദുക്കളോട് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഹിന്ദുക്കൾ ഇത് നിങ്ങളുടെ പരാമർശമൊന്നും കേൾക്കില്ല. ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള ജിഹാദിത്തരമൊന്നുമില്ല. ഹിന്ദുക്കൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹിന്ദുക്കളാരും വേടന്റെ പാട്ട് കേൾക്കരുത്, അയാളുടെ ഡാൻസ് കാണരുത്, അയാൾ പാട്ട് പാടാൻ വരുന്ന വേദിയിലേക്ക് പോകരുത് എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ വേടന്റെ പാട്ട് പാടുന്ന വേദികളിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ സാറേ, ഇന്ന് വേടൻ ഒറ്റയ്ക്കാണ് വേദിയിൽ പാടുന്നത്. ഇന്ന് വേടന്റെ ഒറ്റയ്ക്കുള്ള പാട്ടാണ്. നാളെ 1000 വേടന്മാർ ചിലപ്പോൾ വേദിയിൽ വന്നെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്, ഈ ശശികല ടീച്ചറും ഈ NR മധു സാറും കൂടെ ചേർന്ന് വീണ് കിടക്കുന്ന ഹിന്ദുക്കളെ ഉണർത്താൻ ശ്രമിക്കുകയാണല്ലോ. ഹിന്ദുക്കളുടെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, അതിനെ ഇങ്ങനെ പിടിച്ച് ഉണർത്താൻ ശ്രമിക്കുകയാണ്. ഉണരുന്നില്ല. നല്ല ശ്രമമാണ്. ഉണരട്ടെ. ഇങ്ങനെ താന്ന് കിടക്കുന്നത് ഉണരട്ടെ. ഇവര് പിടിച്ചുണർത്താൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ മധുസാർ മനസ്സിലാക്കേണ്ടത്, ഹിന്ദുവിലും ആണുങ്ങളൊക്കെ ഉണ്ട്, അവരുടേതൊക്കെ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കണ്ട. നിങ്ങളുടെ കുറെ ആൾക്കാരുടേതാണ് ഇങ്ങനെ താന്ന് കിടക്കുന്നത്, അതിനെ ഉണർത്താൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കളുടെതൊന്നും താന്ന് കിടക്കുകയല്ല നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കാൻ വേണ്ടി. അവരെല്ലാം നല്ല ഉണർവുള്ളവർ തന്നെയാണ് ഹിന്ദുക്കൾ. അത്തരത്തിലുള്ള സാധനങ്ങൾ ഇനി ഉണരാനും പോകുന്നില്ല. ഇനിയിപ്പോ ബുൾഡോസറോ അല്ലെങ്കിൽ എന്താ കൊണ്ടുവന്ന് നമ്മുടെ വലിയ ജാക്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അതൊന്നും ഉണരാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഉണർത്താൻ ശ്രമിക്കുന്നവരെല്ലാരും കൂടെ ചേർന്ന് ഈ വേടന്റെ പാട്ടുകളൊക്കെ ബഹിഷ്കരിക്കുകയാണ്. ആ പാടെ 35 കിലോ വെയിറ്റ് ആണ് ഈ വേടനുള്ളത്. ഇത്രയുള്ളൊരു പയ്യനാണ് വേടൻ. അവനെയാണ് ഇത്രയധികം പേടിക്കുന്നത്. ആ പേടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. വേടന്റെ പാട്ടുകളെയാണ് ഇവര് എതിർക്കുന്നത്. വേടന് പിന്നിൽ ജിഹാദികളുണ്ടെന്നാണ് പറയുന്നത്.
ചിത്രാധിപരെ ഈ വേടൻ പാടുന്ന പാട്ടുകളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഓരോ കൊച്ചുകുട്ടിയും അത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ കുട്ടികളും, ഈ വളർന്നു വരുന്ന കുട്ടികളും വേടനെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏത് കുട്ടികളെ നോക്കിയാലും ആ കുട്ടികളെല്ലാം ഒരു റീൽസ് ചെയ്ത് വേടനെ അനുകരിച്ചുകൊണ്ടുള്ള റീൽസ് ചെയ്താണ് ഫേസ്ബുക്കിലും മറ്റുള്ള മാധ്യമങ്ങളിലും പങ്കുവെക്കുന്നത് നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കാം. ആ ഒരു കാലത്താണ് നിങ്ങൾ ഈ വിദ്വേഷ പ്രസംഗങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നല്ലൊരു കലാകാരനെ കണ്ടാൽ അവനെ വിമർശിക്കും ജിഹാദി എന്ന്. നല്ലപോലെ ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ അപ്പോൾ വിമർശിക്കും ഷവർമ മറ്റതാണെന്ന്. ഇതൊക്കെ നിങ്ങളുടെ ഈ ഉണർവിന്റെ കുഴപ്പം കൊണ്ടാണ്. കാരണം അയാളുടെ പാട്ടുകളെ പേടിക്കുമ്പോൾ അയാൾ പാട്ടുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങളാണല്ലോ. സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ള ഒരു പേടിയാണ് ഇവർക്ക് എത്ര ഭയപ്പാടുണ്ടാവാൻ കാരണം. ഇതും ഒരു ഫോബിയ തന്നെയാണ്, ഇസ്ലാമോഫോബിയ പോലെ, പാട്ടിനോടുള്ള ഒരു ഫോബിയ. ആ പാട്ടിലൂടെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമോ എന്നൊരു ഭയം. എന്തായാലും വേടന്റെ പാട്ടുകളിലൂടെ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഈ അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗങ്ങളെ അടിച്ചമർത്തപ്പെട്ടവരായി തന്നെ കണ്ട് നിങ്ങൾ എപ്പോഴും ഈ വിമർശനം ചെയ്യുന്നത് നല്ലതല്ല. അവരുമൊക്കെ, ഈ താഴ്ന്ന ജാതിക്കാരുമൊക്കെ അമ്മ പ്രസവിച്ചത് തന്നെയാണ്. ആസനത്തിൽ കൂടെ പുറത്തു വരുന്നവരല്ല. നിങ്ങളും ഞാനും എല്ലാവരും അങ്ങനെയാണ് പിറന്നിരിക്കുന്നത്, അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അവരും മനുഷ്യരാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങളെ പോലെ തന്നെയുള്ള, സവർണരെ പോലെ തന്നെയുള്ള അധികാരവും ഈ ഭൂമിയിൽ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് അവരെ അടിച്ചമർത്തുന്നത്. എന്നിട്ട് നവോത്ഥാനത്തിന്റെ പേരിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ അയാളുടെ നിറം, കറുത്ത നിറം, അതാണല്ലോ പ്രശ്നം ഇവിടെ. ശ്രീകൃഷ്ണന്റെ നിറം എന്തായിരുന്നു? ശ്രീരാമന്റെ നിറം എന്തായിരുന്നു? നമ്മുടെ മഹാവിഷ്ണുവിന്റെ നിറം എന്തായിരുന്നു? ശിവന്റെ നിറം എന്തായിരുന്നു? നമ്മുടെ കുമ്മനൻ ആശാൻ തന്നെ കറുത്തതാണല്ലോ. അപ്പൊ നിറത്തിന്റെ പേരിലും ഈ സവർണര് ഇതുപോലുള്ള ദളിതരെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ മധുസാർ, ഈ കേസരി പത്രത്തിന്റെ പത്രാധിപര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും ജനങ്ങൾ ഈ വേടന്റെ വേദിയിൽ തടിച്ചു കൂടുന്നത് എന്തിനാണ്? പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, വേടനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. വേടൻ ഓരോ വേദികളിൽ ചെന്നിറങ്ങുമ്പോഴുള്ള ആളുകളുടെ ആഹ്ലാദം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. വേടന്റെ പാട്ട് കേൾക്കാൻ മാത്രമാണ് അവിടെ ചെല്ലേണ്ട ഒരു ആവശ്യമില്ല. യൂട്യൂബ് തുറന്നാൽ ഇഷ്ടം പോലെ അവന്റെ പാട്ടുകളുണ്ട്. അപ്പോൾ ഈ 10,000-കണക്കിന് ജനങ്ങൾ അവിടെ തടിച്ചു കൂടുന്നത് എന്തിനാണ്? അതുപോലെ വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ പോലുള്ളവരുടെ ചില അലങ്കോല പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കിളിമാനൂർ. പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിന് ഒരു മരുന്നുമില്ല. ഇതിപ്പോ അസൂയ കൊണ്ടാണ്. ഈ അടിസ്ഥാനമായ അസൂയാണ് എല്ലാത്തിനും അടിസ്ഥാന കാരണം. അത് തന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വേടന്റെ പാട്ടുകൾ ഏറ്റവും വലിയ ജിഹാദിയാണെന്നുള്ളതിന് തെളിവാണ്. വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അറിയാം എന്നാണ് പറയുന്നത്. വേടൻ ദളിത് പിന്നോക്കക്കാരുടെ വക്താവാണ് എന്നാണ് പറയുന്നത്. അതെ, ദളിത് പിന്നോക്കക്കാരുടെ വക്താവ് തന്നെയാണ് വേടൻ. അവന്റെ നാവുകളിലൂടെ വരുന്നതും അതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം ഏതെങ്കിലും ഒരു രീതിയിലൂടെ, എന്തിനെങ്കിലും ഒരു കാരണമാക്കി കേരളത്തിലൊരു മത ശ്രദ്ധ വളർത്തണം, മതങ്ങളെ തമ്മിലടിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഈ ദളിതരെ നിങ്ങൾ, സവർണര് വഴി നടക്കാൻ സമ്മതിച്ചിരുന്നു? എന്തിനു മാറി മറക്കാൻ സമ്മതിച്ചിരുന്നു? മുലക്കര ഏർപ്പെടുത്തിയിരുന്നില്ലേ? മുട്ടിന് മുകളിലോട്ട് തുട കാണിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ മുണ്ടെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ദളിതനെ
വഴിയിൽ വെച്ച് കണ്ടാൽ വഴിയെ പോകുന്ന ദളിതൻ 100 മീറ്റർ മാറി നടക്കണം. അങ്ങനെയല്ലായിരുന്നു നിങ്ങളുടെ നിയമസംഹിത. വൈശ്യശൂദ്രാദികൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അവരുടെ മുന്നിലേക്ക് ഒരു ദളിതൻ ചെല്ലാൻ പാടില്ലായിരുന്നു. ചെന്നു കഴിഞ്ഞാൽ അവർക്ക് അശുദ്ധമാണ്, പിന്നെ ആ വഴിക്ക് പോവില്ല. അവർ ദളിതരാരും മനുഷ്യരല്ലല്ലോ. ഇവരുടെയൊക്കെ ഇടങ്ങളിൽ കുടികിടപ്പ് കടന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ മാത്രം ജനിച്ചിട്ടുള്ളവരാണ് ഈ ദളിത വിഭാഗം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഉദ്ദേശം. ഈ മുലക്കരം ഏർപ്പെടുത്തിയിരുന്നതും സ്ത്രീകളെ മാറി മറയ്ക്കാൻ അനുവദിക്കാതിരുന്നതും തുടയ്ക്ക് മുകളിലെ വസ്ത്രം എടുക്കാമുള്ളൂ എന്ന് പറഞ്ഞിരുന്നതും ആ കാലഘട്ടങ്ങളൊന്നും വളരെ മുമ്പല്ല, 1500 വർഷങ്ങൾ മുമ്പല്ല, ഏകദേശം ഈ അടുത്ത കാലം വരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വേടൻ സമുദായത്തിൽപ്പെട്ട ആളല്ല ഈ വേടൻ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. വേടൻ പിന്നെ നിങ്ങളുടെ കേസരി സമുദായത്തിൽപ്പെട്ട ആളാണോ? സിംഹത്തിന്റെ കുലത്തിൽപ്പെട്ടതാണ്. ഈ വേടന്മാർക്ക് കൊണ്ടൊരു മഹത്തായ ഒരു കുലം, മഹത്തായ. പിന്നെ വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. എന്താ, കഞ്ചാവ് ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? അയാൾ കഞ്ചാവ് സിഗരറ്റിലുള്ളിട്ട് വലിക്കുകയല്ലേ ചെയ്തുള്ളൂ, അല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആൾക്കാരെ പോലെ അതിനുള്ള വിപണനമൊന്നും ചെയ്തില്ലല്ലോ. പണ്ട് നിങ്ങളുടെ ആൾക്കാരും അതായത് ചുരുട്ട് വലിച്ചിരുന്നല്ലോ. നമ്മുടെ വടക്കേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലില്ല. നമ്മുടെ ഈ ഒരു സാധനം ഇങ്ങനെ കുറെ ചുക്കായി, അതിന്റെ മറുവശത്ത് ചുണ്ണാമ്പുകയാണ്, രണ്ടും കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അയച്ച് ഇങ്ങനെ 2 അടിയൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് ഇങ്ങനെ പിടിച്ചിവിടെ വെക്കുന്ന സംഭവമുണ്ട്, അറിയാമോ? ഇതും മയക്കുമരുന്ന് തന്നെയാണ്, ഇതും പുകയില ഉൽപ്പന്നം തന്നെയാണ്. പലരും നിങ്ങളുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ കടകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നുണ്ടല്ലോ, ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. അതെന്താ നിങ്ങളാരും ചോദ്യം ചെയ്യാത്തത്? പിന്നെ ഈ വേടൻ കഞ്ചാവ് വലിച്ചു എന്ന് പറയുന്നത് സിഗരറ്റിനുള്ളിൽ കഞ്ചാവ് വലിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേരളത്തില് പിണറായി വിജയൻ നടത്തുന്ന നമ്മുടെ മദ്യഷാപ്പുകളെല്ലാം എന്തുകൊണ്ട് നിർത്തുന്നില്ല? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? അതും മദ്യമല്ലേ, അതും ലഹരിയല്ലേ? അപ്പോൾ വേടൻ മാത്രം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ ശരി, അതൊക്കെ ലഹരി ഉപയോഗിക്കുകയോ എന്തുപയോഗിക്കുകയോ ചെയ്താലും അയാൾ പറയുന്ന പാട്ടുകളിലോ അയാളുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അയാളുടെ പൊതുവേദിയിലുള്ള ആ ഒരു പ്രകടനത്തെ അത് ബാധിക്കുന്നില്ല. അത് കാണാൻ തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവനും അവിടെ തടിച്ചു കൂടുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ജിഹാദികളൊന്നും അവിടെ ഇല്ല. ഒരു ജിഹാദും അവിടെ നടക്കുന്നില്ല. വെറുതെ മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ശശികല ടീച്ചറും പത്രാധിപരും കൂടെ ചേർന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ വെറുതെ ഒരാവശ്യമില്ലാതെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്. ഇലക്ഷനൊക്കെ അടുത്ത് വരുമല്ലേ, അതുകൊണ്ടായിരിക്കാം. വേടന്റെ പാട്ടുകളെ കുറിച്ച് വിമർശനം നടത്തുമ്പോൾ അതിനൊരു ലോജിക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള വിമർശനമല്ല വേണ്ടത്. ആർക്കും എന്തിനേയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. വിമർശിക്കാം, വേടന്റെ പാട്ടുകളെയും വിമർശിക്കാം. പക്ഷേ അത് വിമർശന രീതി, അതിലാണ് പ്രശ്നമുള്ളത്. വിമർശന രീതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. നിങ്ങളെപ്പോലുള്ളവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേരിൽ കേസ് എടുത്തിട്ടുള്ളത്. വേടന്റെ പാട്ടുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കി ആ കുത്തു കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും ഇവിടുത്തെ ഹിന്ദുക്കളെയോ നല്ലവരായ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ ആരെയും ബാധിക്കില്ല. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ആർജവമുള്ളവരാണ്, ഉണർവുള്ളവരാണ്. അതുപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ടവരും. ഹിന്ദുക്കളെ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഉണർത്താൻ നിൽക്കേണ്ട. അപ്പൊ നമസ്കാരം.